നമുക്ക് ഒരു വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോല് കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിലേക്കാണ് ഇടുന്നത്, കാരണം അതിനൊരു കറയുണ്ടല്ലോ. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 മുളകാണ് എടുത്തിരിക്കുന്നത്, ഉണക്കമുളക്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി കുറച്ചധികം വേണം, എങ്കിലാണ് ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ല പൊട്ടി വരുമ്പോൾ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കണേ. ഈ ഉള്ളി നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. നമ്മളതിൻ്റെ അകത്ത് ഉള്ളിക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഈ മൊരിയിച്ചെടുത്ത ഉള്ളിയിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാഴയ്ക്ക നമ്മളെടുത്തത് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വാഴയ്ക്ക നല്ല കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കാമേ. വാഴയ്ക്ക പെട്ടെന്ന് വേവുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി എണ്ണ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊരല്പം എണ്ണയും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.